ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോവയില വെച്ചിട്ടുള്ള തോരനാണ്. ഈ കോവയില വളരെ ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. അതുപോലെ തന്നെ കോവയ്ക്കാണെങ്കിലും ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ കോവയില വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ കോവയില എടുക്കേണ്ടത് അധികം മൂത്ത് പോകാത്ത ഇലയാണ് നമ്മൾ ഈ തോരനായിട്ട് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഇളം ഇലകൾ ഇതുപോലെയുള്ള ഇലകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷായിട്ട് എപ്പോഴും ഇല പറിച്ച് അന്നേരം തന്നെ തോരൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഇല യൂസ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഇലകളെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇലകളെല്ലാം വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെയാണ് അരിയേണ്ടത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കുവാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ചതച്ച് വെച്ച തേങ്ങായും കൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിക്ക് പകരം ഉഴുന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ അരി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇല ചേർത്ത് കൊടുക്കാം, കോവയില. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 20 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളമൊക്കെ ഇതിൽ പറ്റാനുണ്ട്. ഈ സമയം ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 5 മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം പറ്റുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. വെള്ളമെല്ലാം മാറി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കോവയില തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ഇതിന് മറ്റുള്ള ചീരത്തോരനും ഒക്കെ വെക്കുന്നത് പോലെ അതേ ടേസ്റ്റാണ് ഇതിനും. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.